പോസിറ്റീവ് നോളജ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് 2024 ഏപ്രിൽ 16 മുതൽ 30 വരെയുള്ള ആനുകാലിക സംഭവങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, ദേശീയ ഓർക്കിഡ് ദിനം ഏപ്രിൽ 16. കംബോഡിയയുടെ പുതിയ ഇന്ത്യൻ അംബാസിഡർ ദേവയാനി ഖോബ്രഗഡെ. അടുത്തിടെ രാജിവെച്ച സിംഗപ്പൂരിൻ്റെ പ്രധാനമന്ത്രി ലിസിയൻ ലുങ്. 2024 ഏപ്രിൽ ഇന്ത്യൻ കരസേനയുടെ ത്രിശക്തി കോർപ്സ് മിസൈൽ ഫയറിംഗ് അഭ്യാസം നടന്നത് എവിടെ? സിക്കിം. 2024 ഏപ്രിലിൽ ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ സൈനിക നടപടി അറിയപ്പെടുന്നത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കുന്നതിനായി റെയിൽവേ വികസിപ്പിച്ച സുരക്ഷാ സംവിധാനം കവച്. പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ പാലക് ഗുലിയ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷൂട്ടിംഗ്. 2024 ഏപ്രിലിൽ അന്തരിച്ച സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകനും സർവോദയ ചിപ്കോ മുന്നേറ്റങ്ങളുടെ നേതാക്കന്മാരിൽ ഒരാളുമായിരുന്ന വ്യക്തി മുരാരി ലാൽ. IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ നേടിയത് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. ആൺകുട്ടികളെ പാചകം പഠിപ്പിക്കാൻ സമഗ്ര ശിക്ഷ കോഴിക്കോട് പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച പദ്ധതി കുക്കീസ് എൻ്റെ ഭക്ഷണം എൻ്റെ ഉത്തരവാദിത്വം. അത് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. 2024 ഏപ്രിലിൽ അന്തരിച്ച ഡെഡ്ലി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മുൻ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരം ഡെറക് അണ്ടർവുഡ്. 2024 ഏപ്രിൽ റിപ്പോർട്ട് പ്രകാരം വേൾഡ് സൈബർ ക്രൈം സൂചിക അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം 10. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് മേധാവി മൃത്യുഞ്ജയ് മൊഹാപാത്ര. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷൻ തോമസ് ബാക്ക്. അടുത്തിടെ വെള്ളത്തിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനുള്ള പ്രത്യേക ഹൈഡ്രോജെൽ വികസിപ്പിച്ച ഗവേഷണ സ്ഥാപനം IISc ബാംഗ്ലൂരു. 2024 ഒളിമ്പിക്സ് ആരംഭിക്കുന്നതെന്ന് 2024 ജൂലൈ 26. 2024 ഏപ്രിലിൽ പുരുഷ ഡിസ്കസ് ത്രോയിൽ പുതിയ ലോക റെക്കോർഡ് കുറിച്ച താരം നിക്കോളാസ് അലക്മ. 2023-24 ജർമ്മൻ മുണ്ടസ് ലീഗ് കിരീടം നേടിയത് ബെയർ ലെവർകസേൻ. ലോക പൈതൃക ദിനം ഏപ്രിൽ 18. പ്രണയ നൈരാശ്യത്താൽ പുരുഷൻ ജീവിതം അവസാനിപ്പിച്ചതിൻ്റെ പേരിൽ സ്ത്രീക്കെതിരെ ആത്മഹത്യാ കുറ്റം ചുമത്താനാകില്ലെന്ന് പ്രഖ്യാപിച്ച കോടതി ഡൽഹി ഹൈക്കോടതി. 2024 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ വ്യക്തി KG ജയൻ. 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ ദീപശിഖാ പ്രയാണത്തിന് തുടക്കം കുറിച്ചതെന്നാണ് ഏപ്രിൽ 16. ഗ്രീസിലെ ഒളിമ്പിയയിൽ നടന്ന ചടങ്ങിൽ ഒളിമ്പിക് ദീപശിഖ പ്രകാശിപ്പിച്ച ഗ്രീക്ക് അഭിനേത്രി മേരി മിന. രാജ്യാന്തര നാണ്യനിധി പ്രവചിച്ച ഇന്ത്യയുടെ ഈ വർഷത്തെ വളർച്ചാ നിരക്ക് 6.8%. സ്വീഡനിലെ ലിങ്കപ്പിംഗ് സർവകലാശാല ഗവേഷകർ സൃഷ്ടിച്ച ആറ്റത്തിൻ്റെ കനമുള്ള സ്വർണ്ണപാളി ഗോൾഡൻ. 2024 മെനിഞ്ചൈറ്റിസിനെതിരെ നൈജീരിയ പുറത്തിറക്കിയ പുതിയ വാക്സിൻ MEN5CV. T20യിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ഇന്ത്യൻ ബാറ്റർ രോഹിത് ശർമ്മ. IPLൽ ഒരു സെഞ്ചുറിയും ഹാട്രിക് വിക്കറ്റ് നേട്ടവും കൈവരിച്ച മൂന്നാമത്തെ താരമായത് സുനിൽ നരൈൻ. ലോക കരൾ ദിനം ഏപ്രിൽ 19. പുതിയ കണക്കുകൾ പ്രകാരം ലോകത്ത് ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യ. വാഹനാപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് മദ്യത്തിൻ്റെ ഗുണമുണ്ടായിരുന്നു എന്ന കാരണത്താൽ നഷ്ടപരിഹാരം നിഷേധിക്കാനാവില്ലെന്ന് പ്രഖ്യാപിച്ച കോടതി മദ്രാസ് ഹൈക്കോടതി. രാജ്യത്ത് മത്സ്യ വിഭവങ്ങൾ കഴിക്കുന്നവരുടെ എണ്ണത്തിൽ മുൻപന്തിയിലുള്ള സംസ്ഥാനം ത്രിപുര. IMF മാനേജിംഗ് ഡയറക്ടറായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റലീന ജോർജീവ. കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള ദൂരദർശൻ ഇംഗ്ലീഷ് ഹിന്ദി വാർത്താ ചാനലുകളുടെ ലോഗോയുടെ പുതിയ നിറം കാവിനിറം. 2024 ഏപ്രിൽ സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസഡറായി നിയമിക്കപ്പെട്ടത് സഞ്ജന സംഘി. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഒരു ടീമിന് വേണ്ടി 250 മത്സരങ്ങൾ കളിച്ച രണ്ടാമത്തെ താരം MS ധോണി. ഇക്കഴിഞ്ഞ I-ലീഗ് ഫുട്ബോൾ സീസണിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അലക്സ് സാഞ്ചസ്. പാരീസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ പുതിയ ഇനം ബ്രേക്ക് ഡാൻസ്.
ലോകത്തെ ഏറ്റവും ഉയരം കുറഞ്ഞ വനിത ജ്യോതി യാംഗെ. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത തിരക്കഥാകൃത്ത് ബൽറാം മട്ടന്നൂർ. ദേശീയ സുരക്ഷാ സേനയുടെ പുതിയ മേധാവിയായത് നളിൻ പ്രഭാത്. ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പിൻ ഫോസിൽ കണ്ടെത്തിയത് എവിടെ? ഗുജറാത്ത്. നാവികസേനയുടെ പുതിയ ഉപമേധാവി വൈസ് അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥൻ. 2024 വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് ലഭിച്ചത് മുഹമ്മദ് സലേം. 2024 ഏപ്രിലിൽ പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യ. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യം. ദേശീയ സിവിൽ സർവീസ് ദിനം ഏപ്രിൽ 21. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ സംസ്ഥാനം ത്രിപുര. 2024 ഏപ്രിലിൽ ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവിയായി നിയമിതനായത് വൈസ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി. ഓപ്പൺ AI-ലെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയായത് പ്രഗ്യ മിശ്ര. 2023 മൂന്നാമത് ലത ദീനനാഥ് മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് അമിതാഭ് ബച്ചൻ. 2024 ഏപ്രിലിൽ ഇന്ത്യ ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലുകൾ കയറ്റുമതി ചെയ്ത രാജ്യം ഫിലിപ്പീൻസ്. 2024 ഏപ്രിലിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടെ തകർന്ന ഗാസയിലെ ചരിത്ര പ്രസിദ്ധമായ കൊട്ടാരം അൽബാഷ കൊട്ടാരം. 2024 സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് അവാർഡ് ലോകത്തെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം ഖത്തർ. ജയ്പൂരിൽ നടന്ന മിസ് ടീൻ മത്സരത്തിൽ മിസ് ടീൻ ഇൻ്റർനാഷണൽ ഇന്ത്യ പട്ടം ലഭിച്ച മലയാളി കെസിയ മെജോ. ഭൗമദിനം ഏപ്രിൽ 22. 3 മുതൽ 6 വയസ്സ് വരെയുള്ള അംഗനവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശു ക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ പാഠ്യപദ്ധതി ആദർശശീല. 2024 ഏപ്രിലിൽ ഊർജ്ജ പ്രതിസന്ധിയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട തെക്കേ അമേരിക്കൻ രാജ്യം ഇക്വഡോർ. ചൈനയിൽ നടന്ന ഫോർമുല 1 ഗ്രാൻഡ് പ്രിയിൽ ജേതാവ് മാർക്കസ് വെസ്തപ്പൻ. 2024 ആശാൻ യുവകവി പുരസ്കാരത്തിന് അർഹനായത് സുബിൻ അംബിത്തറയിൽ. 2024 UN പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ പുരുഷന്മാരുടെ ആയുസ് ദൈർഘ്യം 71 വയസ്സ്. സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി ട്രാൻസ്മുദ്ര. ദേശീയ സുരക്ഷാ സേനയുടെ പുതിയ മേധാവി നളിൻ പ്രഭാത്. കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മാണ രംഗത്തെ ശ്രദ്ധേയരായ ഇൻ്റലിൻ്റെ ഇന്ത്യ റീജിയണൽ മേധാവിയെ നിയമിച്ചതാരെ? സന്തോഷ് വിശ്വനാഥൻ. ലോക പുസ്തക ദിനം ഏപ്രിൽ 23. 2024 വേൾഡ് ഫ്യൂച്ചർ ഉച്ചകോടിക്ക് വേദിയായ ഗൾഫ് രാജ്യം അബുദാബി. ഇന്ത്യയിലെ ആദ്യത്തെ ഓയിൽ പാം സംസ്കരണ പ്ലാന്റ് ആരംഭിച്ചതെവിടെ? അരുണാചൽ പ്രദേശ്. ചെസ് ലോക ചാമ്പ്യനെ നേരിടേണ്ട ചലഞ്ചറെ കണ്ടെത്താനുള്ള കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെൻറ്റിൽ ജേതാവായ ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുഹേഷ്. 2024 കാൻഡിഡേറ്റ് ചെസ് ടൂർണമെൻറ്റ് വേദി കാനഡ. തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ വേഗത്തിൽ അറിയിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആപ്പ് വോട്ടർ ടേൺ ഔട്ട് ആപ്പ്. IPL ചരിത്രത്തിൽ 200 വിക്കറ്റുകൾ നേടുന്ന ആദ്യ ബോളർ യുസ്വേന്ദ്ര ചഹൽ. ദേശീയ പഞ്ചായത്ത് രാജ് ദിനം ഏപ്രിൽ 24. ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരനെന്ന നേട്ടം സ്വന്തമാക്കിയ വൈക്കം സ്വദേശി ശ്രേയസ്. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായി നിയമിതയായത് നൈമ ഖാരൂൻ. 2024 ഏപ്രിലിൽ DRDO വിജയകരമായി പരീക്ഷിച്ച തദ്ദേശീയമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട ക്രൂയിസ് മിസൈൽ നിർഭയ്. അടുത്തിടെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൻ്റെ ഗവേഷകർ ഏത് മത്സ്യത്തിൻ്റെ വിത്തുൽപാദന സാങ്കേതികവിദ്യയാണ് വികസിപ്പിച്ചത്? ഗോൾഡൻ ട്രെവാലി. പായ്ക്കപ്പലിൽ ലോകം ചുറ്റുന്ന സാഹസികതയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ലഫ്റ്റനന്റ് കമാൻഡർ K. ദിൽന. അടുത്തിടെ കമ്മീഷൻ ചെയ്ത എയർ ഇന്ത്യയുടെ വിമാനം ബോയിങ് 747 വിമാനം. 3400 വർഷം പഴക്കമുള്ള റാംസസ് രണ്ടാമൻ രാജാവിൻ്റെ പ്രതിമ കണ്ടെത്തിയ രാജ്യം ഈജിപ്റ്റ്. 2024 ഏപ്രിലിൽ പ്രളയത്തെ തുടർന്ന് നാശനഷ്ടമുണ്ടായ ഇന്ത്യയുടെ അയൽരാജ്യം ചൈന. അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ സൈക്കോ അനലിസ്റ്റും എഴുത്തുകാരനുമായ വ്യക്തി സുധീർ കാക്കർ. സംസ്ഥാനത്തെ മികച്ച ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയത് എറണാകുളം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി. അടുത്തിടെ ടിക്ടോക്ക് നിരോധിക്കാനുള്ള ബില്ല് പാസാക്കിയ രാജ്യം അമേരിക്ക. 2024 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് സ്ട്രാസ്ബർഗ്. ഇന്തോനേഷ്യയിൽ UNOയുടെ റെസിഡൻറ്റ് കോർഡിനേറ്ററായി നിയമിതയായ ഇന്ത്യൻ വംശജ ഗീത
സഫർവാൾ. 2024 ലോറസ് പുരസ്കാരം കരസ്ഥമാക്കിയ ടെന്നീസ് താരം നൊവാക് ജോക്കോവിച്ച്. ഏഷ്യൻ അണ്ടർ-20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി ദുബായ്. 2024 T20 വേൾഡ് കപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ഉസൈൻ ബോൾട്ട്. അന്താരാഷ്ട്ര ഭൗതിക സ്വത്തവകാശ ദിനം ഏപ്രിൽ 26. ലോകത്ത് സൈനിക ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യം അമേരിക്ക. ഡേറ്റ വിനിമയത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ സേവന കമ്പനിയായി മാറിയ ഇന്ത്യൻ കമ്പനി റിലയൻസ് ജിയോ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ റാണ അശുതോഷ് കുമാർ സിംഗ്. റിസർവ് ബാങ്കിൻ്റെ പ്രോഗ്രാമബിൾ DBDC പൈലറ്റ് പദ്ധതി ആദ്യമായി നടപ്പാക്കുന്ന ബാങ്ക് ഇൻഡസിൻഡ് ബാങ്ക്. ഇറാൻ സഹായത്തോടെ ശ്രീലങ്കയിൽ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതി ഉമ-ഓയ ജലവൈദ്യുത പദ്ധതി. നക്ഷത്രാന്തരീയ മാധ്യമത്തിൽ പ്രവേശിച്ച ആദ്യ മനുഷ്യനിർമ്മിത പേടകം വോയേജർ 1. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ UK യുഗിൻ ഭാരത് മ്യൂസിയം നിലവിൽ വന്നത് ന്യൂഡൽഹി. അടുത്തിടെ വിരമിച്ച പാകിസ്ഥാൻ വനിതാ ക്രിക്കറ്റ് ഇതിഹാസം ബിസ്മ മുറൂഫ്. IPL ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ റൺസ് വഴങ്ങിയ താരം മോഹിത് ശർമ്മ. ലോകത്ത് ആദ്യമായി ചന്ദ്രൻ്റെ സമ്പൂർണ്ണ ഹൈ ഡെഫിനിഷൻ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം ചൈന. സംസ്ഥാനത്ത് ആദ്യമായി ഭിന്നശേഷി കുട്ടികൾക്കായി ഗ്രീൻ തെറാപ്പി ഗാർഡൻ സംവിധാനം തയ്യാറാക്കിയ സ്കൂൾ മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ. പ്ലാസ്റ്റിക് മലിനീകരണവുമായി ബന്ധപ്പെട്ട് ഇന്റർ ഗവൺമെൻ്റൽ നെഗോഷിയേറ്റിംഗ് കമ്മിറ്റിയുടെ 4ാമത്തെ സെഷൻ വേദി ഒട്ടാവ. 2024 ഏപ്രിലിൽ രാജിവെച്ച ഇസ്രായേലിൻ്റെ മിലിറ്ററി ഇൻ്റലിജൻസ് ചീഫ് അഹ്റോൻ ഹലീവ. ഹെവൻലി ഐലൻഡ്സ് ഓഫ് ഗോവ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് PS ശ്രീധരൻപിള്ള. 2024 കേരള സംസ്ഥാന ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് പാലക്കാട്. വനിതാ രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം കൈവരിച്ച ഇന്തോനേഷ്യയുടെ കൗമാര താരം റുഹ്മാലിയ. 2024 ഏപ്രിലിൽ അന്തരിച്ച കേരള ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റൻ PG ജോർജ്. സൗദി അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ഡോക്യുമെൻ്ററി വിഭാഗം ജൂറി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് VK ജോസഫ്. 2024 ഏപ്രിലിൽ രാജിവെച്ച ഹെയ്ത്തി പ്രധാനമന്ത്രി ഏരിയൽ ഹെൻറി. 2024 15th G7 ഉച്ചകോടി വേദി ഇറ്റലി. 2024 ഏപ്രിൽ 5200 വർഷം പഴക്കമുള്ള ഹാരപ്പൻ വാസസ്ഥലം കണ്ടെത്തിയത് ഗുജറാത്തിലെ കച്ച്. സംസ്ഥാനത്തെ ആദ്യ ട്രാൻസ്ജെൻഡർ മാതൃകാ പോളിംഗ് ബൂത്ത് ഒരുക്കിയ ജില്ലാ ഭരണകൂടം തിരുവനന്തപുരം. ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് പ്രകാരം 2023 ഏറ്റവും കൂടുതൽ ആളുകൾ പട്ടിണിയിലായ ഭൂപ്രദേശം ഗാസ. 2024 ഏപ്രിലിൽ ബഹിരാകാശത്തെ അപകടകരമായ ആയുധ മത്സരം തടയണമെന്ന UN പ്രമേയത്തെ വീറ്റോ ചെയ്ത രാജ്യം റഷ്യ. 2024 2020 ലോകകപ്പ് ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ഇന്ത്യൻ താരം യുവരാജ് സിംഗ്. 2020 ഏറ്റവും വലിയ ചേസിംഗ് വിജയം സ്വന്തമാക്കിയ ടീം പഞ്ചാബ് കിങ്സ്. ലോക നൃത്ത ദിനം ഏപ്രിൽ 29. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല പാലക്കാട്. നാഷണൽ ഫിലിം അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ പോൾ മണലിൽ. 2024 ഏപ്രിൽ ഗവേഷകർ വാഗമൺ മലനിരകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യം ടിറ്റ്സിയ വാഗമണിക. പാകിസ്ഥാൻ്റെ പുതിയ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദർ. ശ്രീലങ്കയിൽ ഇന്ത്യൻ കമ്പനിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഏറ്റവും വലിയ ഹോട്ടൽ ITC രത്നദീപ. മിസ് യൂണിവേഴ്സ് സൗന്ദര്യ മത്സരങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ വനിത അലഹന്ദ്ര മരിസ റോഡ്രിഗസ്. 2024 അണ്ടർ-20 ഏഷ്യൻ അത്ലറ്റിക്സ് വേദി ദുബായ്. 2024 ICC വനിതാ T20 ലോകകപ്പിനുള്ള യോഗ്യതാ മത്സരങ്ങളുടെ അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് സനാമിർ. അടുത്തിടെ സ്വവർഗരതി ക്രിമിനൽ കുറ്റമാക്കിയുള്ള ബില്ല് പാസാക്കിയ ഏഷ്യൻ രാജ്യം ഇറാഖ്. രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം വിഴിഞ്ഞം തുറമുഖം. 2024 ഏപ്രിൽ ലേലം ചെയ്യപ്പെട്ട മോഹിനി എന്ന ചിത്രം ആരുടേതാണ്? രാജാ രവിവർമ്മ. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം നിലവിൽ വരുന്നത് ദുബായ്. ചൈനയിൽ നടക്കുന്ന അമ്പെയ്ത്ത് ലോകകപ്പ് 1ാം സ്റ്റേജിൽ പുരുഷ റിക്കർവ് ടീമിനത്തിൽ സ്വർണ്ണം നേടിയ രാജ്യം ഇന്ത്യ. IPLൽ 150 വിജയം നേടുന്ന ആദ്യ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് MS ധോണി. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർമാൻ സന്തോഷ് കുമാർ യാദവ്. ഡൽഹിയിൽ ഗ്ലോബൽ ഇന്ത്യ എൻ്റർടൈൻമെൻറ്റ് പ്രൊഡക്ഷൻ നടത്തിയ സൗന്ദര്യ മത്സരത്തിൽ
മിസ് ടീൻ ഇന്ത്യ പുരസ്കാരം ലഭിച്ച മലയാളി ഹിത ഷാജി. 2024 ഏപ്രിലിൽ സർവീസ് അവസാനിപ്പിച്ച എയർ ഇന്ത്യൻ വിമാനം ബോയിങ് 747.